തിരുനബിക്കൊപ്പം സ്വർഗത്തിൽ ഒരുമിച്ച് കൂടുക എന്നത് ഏതു വിശ്വാസിയുടെയും തേട്ടമാണ്. ഈ ലോകത്ത് വെച്ചുതന്നെ ഈ ഭാഗ്യമുറപ്പായ ഒരു വിഭാഗം സ്വലാത്ത് നഗറിലെ പിഞ്ചു പൈതങ്ങൾക്കിടയിലുണ്ട്. ബുദ്ധിമാന്യമുള്ളവർ സ്വർഗത്തിലാണെന്ന് തിരുനബി പഠിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. മഹ്ദിൻ ബുദ്ധിമാന്യ പരിചരണ കേന്ദ്രത്തിലെ കാഴ്ചകൾ കണ്ട് ലൈറ്റ് ഓഫ് മദീനയിലേക്ക് നമുക്ക് തിരിച്ചുവരാം. മനസ്സിനെ തളർത്തിയില്ലെങ്കിൽ ശാരീരിക വൈകല്യത്തെയും കരുത്താക്കിയെടുക്കാം. എന്നാൽ മാനസിക വൈകല്യം ബാധിച്ചവരുടെ ജീവിതങ്ങൾക്ക് പകരം വയ്ക്കാൻ എന്താണുള്ളത്? ചുറ്റുമുള്ളവരുടെ അനുഭാവപൂർണമായ പരിചരണവും പരിഗണനയും മാത്രമേ ഇവരെ മനുഷ്യരായി നിലനിർത്തൂ. ബുദ്ധിമാന്ദ്യമുള്ളവരുടെ കഷ്ടപ്പാടുകളും യാതനകളും മനസ്സിലാക്കിക്കൊണ്ടാണ് ഇവർക്കുവേണ്ടിയുള്ള പ്രത്യേക പരിചരണ കേന്ദ്രം മഅദിൻ ആരംഭിച്ചത്. മാനസിക വൈകല്യം ബാധിച്ചവരുടെ യാതനകളും വേദനകളും കാണാനും അവരെ പുത്തൻ ജീവിത വഴിയിലേക്ക് ആനയിക്കാനും സ്ഥാപനത്തിന് പദ്ധതികളുണ്ട്. ജീവിതധർമ്മവും ശാരീരിക ഗുണങ്ങളും ഇവിടെ അപ്രസക്തമാവുന്നു. ബോധത്തിനപ്പുറമുള്ള ലോകമാണ് ഇവരുടേത്. ഇവിടെ മനുഷ്യപ്പറ്റിനും കരുണയ്ക്കും മാത്രമാണ് പ്രസക്തി. ബുദ്ധിമാന്ദ്യ പരിചരണ കേന്ദ്രത്തിലെത്തുന്ന നൂറുകണക്കിന് അപേക്ഷകരെയെല്ലാം ഉൾക്കൊള്ളാനാവുന്നില്ല. പരിമിതമായ സൌകര്യങ്ങൾക്കുള്ളിലും ഇവർക്കുവേണ്ട എല്ലാ സംവിധാനങ്ങളും ഇവിടെ ഒരുക്കിയിരിക്കുന്നു. സാമ്പ്രദായിക വിദ്യാഭ്യാസ രീതിയിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവശീലനവും ശിക്ഷണവുമാണിവിടെ പ്രധാനം. തുടർച്ചയായ നിരീക്ഷണങ്ങളിലൂടെ മാത്രമേ വൈകല്യത്തിന്റെ ചാപല്യങ്ങൾ മാറ്റിയെടുക്കാനാവുകയുള്ളൂ. ഭക്ഷണവും വസ്ത്രവും താമസ സൌകര്യവുമെല്ലാം മഅദിൻ ഇവർക്കായി ഒരുക്കിയിരിക്കുന്നു. കൈത്തൊഴിലുകൾ പരിശീലിപ്പിച്ചും നിരീക്ഷണ പാടവം വർദ്ധിപ്പിച്ചും ഈ ദൈന്യജീവിതങ്ങളെ മഅദിൻ കൈപിടിച്ചുയർത്തുന്നു. സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുകയല്ല, ജീവിത യാഥാർത്ഥ്യങ്ങളിലേക്ക് അടുപ്പിച്ചു നിർത്തുകയാണിവിടെ. സ്നേഹപൂർണമായ പരിചരണവും പരിശീലനവും ഈ കുട്ടികളിൽ ഊർജവും ഉത്സാഹവും നിറയ്ക്കുന്നു. അവരുടെ ജീവിതങ്ങളിൽ കളിച്ചിരിയും കിനാക്കളും നിറയുന്നു. മനുഷ്യത്വവും മനുഷ്യപ്പറ്റും ചേർത്ത് നിർത്തിക്കൊണ്ട് മഅദിൻ ഒരുപാട് ജീവിതങ്ങളെയാണ് കണ്ണീർ കയത്തിൽ നിന്നും കരകയറ്റുന്നത്. ഇത്തരത്തിലുള്ള ഒരു പിഞ്ചുകുട്ടിക്കെങ്കിലും കൈത്താങ്ങാകാൻ ഭാഗ്യം സിദ്ധിച്ചവർ ധന്യരായി.